യു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേച്ചി വരുന്നുണ്ട് കേട്ടോ, ഏട്ടത്തി വരുന്നുണ്ട്. അപ്പം ഞാനും ജിബിൻ അച്ചാച്ചനും ഞങ്ങൾ ഏട്ടത്തിയെ പിക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതുപോലെ തന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷൻ SP ഓഫീസിൽ പോകണം. അവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആക്റ്റീവ ഉണ്ടല്ലോ, ആക്റ്റീവ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് പെറ്റ് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് വണ്ടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് അതിന് 2-3 പെറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം അദാലത്തിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഓൺലൈൻ പേ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ SP ഓഫീസിൽ പോയി ഒരു അപേക്ഷ എഴുതി അത് അദാലത്തിൽ നിന്ന് മാറ്റണം, എന്നാലേ ഞങ്ങൾക്ക് ഈ പോർട്ടലിൽ നിന്ന് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പം അതും കൂടെ റെഡിയാക്കണം എന്നുള്ള രീതിയിലാണ് പോകണം. അവിടെ ചെന്നിട്ട് ഒരു അപേക്ഷ എഴുതണം. അങ്ങനത്തെ ഇച്ചിരി വെടക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും പിക്ക് ചെയ്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ശരിയായിട്ടോ, പപ്പയുടെ അമ്മയുടെ കിടിലം ഫോട്ടോ, ഹെൽമെറ്റ് ഇടാതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. ആണോ? അയ്യോ വേണ്ട വേണ്ട. ആയി കുരങ്ങൻ ഇന്ന് ഫോൺ എടുത്തോണ്ട് പോയാ. അയ്യോ ഇഷ്ടം പോലെ ഉണ്ട് പിന്നീട്. അയ്യോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങൻ്റെ അന്യായ ശല്യമാണ്. ഞങ്ങളുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മേളത്തെ ടാങ്കില്ലേ, ടാങ്കിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ട് 2 കുളിയൊക്കെ കുളിച്ചിട്ട് പോകും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ കുരങ്ങന്മാർ ചെയ്യും. എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ, രസമാണ്. അപ്പോൾ ഞങ്ങളിനിയിപ്പം കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ്. എങ്ങനെയാ ഞങ്ങൾ ഒരു തവണ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അവിടെ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു ഫോർമാറ്റിൽ നമ്മളൊരു അപേക്ഷ എഴുതുക. അപേക്ഷ എഴുതാൻ പേൻ എടുത്തോ? അപേക്ഷ എഴുതാൻ പേപ്പർ എടുത്തിട്ടോ, പേൻ എടുത്തില്ല. പേൻ എടുക്കാൻ മറന്നു. നമുക്ക് നോക്കാം, എന്തായാലും അവിടെ കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോയി അപേക്ഷിച്ചിട്ട് വരട്ടെ. ഗൈസ്, ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾക്ക് പെട്ടി ഇന്ന് അടയ്ക്കാൻ പറ്റത്തില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് വന്നായിരുന്നെങ്കിൽ അടയ്ക്കായിരുന്നു. ഇനിയിപ്പോൾ തിങ്കളാഴ്ച വരത്തുള്ളൂ. പിന്നെ പുള്ളി നമ്മുടെ വണ്ടി നമ്പർ മേടിച്ചു വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ അത് വെർച്വൽ കോർട്ടിൽ പോയേക്കുമല്ലേ, അവർ തിരിച്ചു പിടിക്കും. റിക്വസ്റ്റ് ചെയ്തിട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പോർട്ടലിൽ നിന്ന് നമുക്ക് അടയ്ക്കാനല്ല, അവരടയ്ക്കും. നമ്മൾ ഇവിടെ പേയ്മെന്റ് ചെയ്യണം. നമുക്ക് അടച്ചാൽ മതിയല്ലോ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്താലും മതി. നോക്കാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ആയൂരുള്ള പുതിയൊരു SP ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ പുള്ളിക്കാരൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം അടയ്ക്കാൻ പറ്റുമോ? പക്ഷെ ആയൂര് വരെ പോകണം. അതിലിപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച അല്ലാണ് അല്ലയോ? സ്പെഷ്യൽ പോലീസാണോ? എനിക്ക് അറിഞ്ഞൂടാ വെച്ചാൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അല്ലേ SP? അല്ല, ആയൊരു പുതിയ SP ഓഫീസ് എന്ന് പറയുമ്പോഴേ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ അതിൻ്റെ രീതികളെന്ന്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഏട്ടത്തെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അതിനു മുമ്പ് ഞങ്ങളൊരു കാര്യം ചെയ്തു. ചേച്ചിക്ക് വരുന്ന വഴിക്ക് ചേച്ചിക്ക് കുറച്ച് ജ്യൂസ് മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്തു, ആ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് പോപ്പിൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കടയുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഷാർജ ഒന്ന് റെഡിയാക്കി വെച്ചേര്, ഇപ്പോൾ ഒരാൾ വരും വന്ന് മേടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മേളിലോട്ട് പോയത്, സ്റ്റേഷനിലോട്ട് പോയത്. ഇപ്പോൾ ചേച്ചി വന്ന് അവിടെ ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കട്ടെ. അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കണം. ഇങ്ങനത്തെ സാധനം മേടിക്കാനുള്ളത് മെഡിക്കൽ സ്റ്റോറിൽ കാണണം. കുറച്ച് മരുന്നുകൾ, മമ്മിക്ക് കുറച്ച് മരുന്നുകൾ. മോൻസിയാൻറ്റിക്കാണോ? സോറി ഗൈസ്, മമ്മിക്കല്ല, മോൻസിയാൻറ്റിക്ക് കുറച്ച് മരുന്നുകൾ മേടിക്കാനുണ്ട്. മോൻസിയാൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിബിൻ അച്ചാച്ചൻ്റെ മദർ ഇൻ ലോയാണ്, എന്നുവെച്ചാൽ അമ്മായിയമ്മ. പോയിട്ടോ അപ്പോൾ ജിബിൻ അച്ഛൻ പോയി മരുന്നൊക്കെ മേടിക്കട്ടെ. ഇത് ഭയങ്കര ചൂടാട്ടോ. നിങ്ങൾ എന്താ പറയുന്നത്? എന്തൊരു ചൂടായത് മനുഷ്യന്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത അമ്മാതിരി നമ്മളെ കൊല്ലുന്ന ചൂട്. വണ്ടിക്കകത്ത് വെറുതെ ഞങ്ങളെ മറ്റേ ഒരു പോപ്പിൻസിലോട്ടൊന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേനും വണ്ടി കയറി ഒന്ന് ചൂടായി. അകത്ത് സീറ്റില്ല. മൈ ഗോഡ്, വാട്ട് ഇസ് ദിസ്? നാടിന്റെ പോക്കിത് എങ്ങോട്ടാണ്? ഹലോ, ഞങ്ങൾ കണ്ട്. വാ 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 വാ, ഇങ്ങോട്ട് ഒന്ന് ക്രോസ് ചെയ്യണം. ദാണ്ടേച്ചി, ദാണ്ടേ. ഓ ചേച്ചി വന്നേ. ചേച്ചി കുടിച്ചില്ലേ? കുടിച്ചില്ല. ഈ വണ്ടിക്കകത്തിരുന്ന് കുടിക്കാനായിരിക്കും. ഇതാണ് നമ്മുടെ ചാച്ചി, ഏട്ടത്തിയാണ് ഗൈസ്.
വെറ്റി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചേച്ചി വന്നു ഗായ്സ്. ചേച്ചി എടി ആ കടയെ പറഞ്ഞ് അവരോട് പറഞ്ഞു എന്റെ ഭാര്യ വരുന്നുണ്ട്, ഷാർജാഷേക്ക് വന്ന്. ഞാൻ വെച്ച് നീ കുടിക്കുവാന്ന്, നിനക്ക് ഇരുന്ന് കുടിച്ചൂടായിരുന്നു അവിടെ? ഓ ഏരിയടി കള്ളം പറയുന്നോ? കുടിക്കേച്ചി കുടിക്കേ, നമുക്ക് അവൽ മിൽക്ക് കുടിക്കാം. കടയിൽ അങ്ങനെ ചേച്ചിയും വന്നു ഗൈസ്. ഇനിയിപ്പോൾ എന്താ, ഇനി ആഘോഷ രാവുകൾ. ഞങ്ങളിന്ന് കുമ്പഴയ്ക്ക് പോകുന്നുണ്ട് ചേച്ചിയുടെ വീട്ടിൽ കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ അപ്പച്ചനും അമ്മച്ചിയും നാളെ അവർ പോവാം. എന്നുവെച്ചാൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കാസർഗോഡ് പോവാം. അപ്പോൾ അവർ കാസർഗോഡ് പോകുന്നതിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ ഇന്നല്ല പോകുന്നത്, നാളെ വൈകിട്ട് അവർ പോവും, നമ്മൾ ഇന്ന് പോകും അല്ലയോ? അപ്പോൾ നമ്മളിന്ന് വൈകിട്ട് അങ്ങോട്ടൊക്കെ പോകും. ഓ മൈ ഗോഡ്, ക്ലോസ് കോൾ. വണ്ടിയൊക്കെ അടുപ്പിച്ചെടുത്തോണ്ട് പോകുന്നത് കേട്ടോ. പിന്നല്ലേ ടിക്കു എന്നുള്ള രീതിയിൽ എടുത്തോണ്ട് ഓട്ടോ എടുത്തോണ്ട് പോലെ ട്രക്ക് എടുത്തോണ്ട് പോയത്. എന്തായാലും കൊള്ളാം. ഇല്ല ചേച്ചി, SP ഉച്ച കഴിഞ്ഞില്ലെന്ന്, അതുകൊണ്ട് ഇനിയിപ്പം തിങ്കളാഴ്ച. ഇല്ല ചേച്ചി, കുടിച്ചു ഞങ്ങൾ ഷുഗർ കട്ട. എന്നിട്ട് വെയിറ്റ് ഒക്കെ കുറഞ്ഞു, 85 മമ്മി വിളിക്കുന്നു. ഹലോ, 2 പേർ പാലോ? ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ വന്നു പിക്ക് ചെയ്തു. ഞങ്ങൾ തിരിച്ചു വരുക. കൊട്ടാരക്കര കഴിഞ്ഞു. കുഴപ്പമില്ല. ഓക്കെ ശരി അമ്മ, ശരി. ഇനി അടുത്ത ടാസ്ക് പോയി പാല് മേടിക്കാം. അത് നമുക്ക് മറ്റേ അങ്കളുടെ കടയിൽ നിന്ന് മേടിച്ചാൽ പോരെ, കുളുമുക്കില്ല മോഹനങ്ങളുടെ കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് വിശേഷങ്ങൾ. ഇനി അറിഞ്ഞൂടെ വീട്ടിൽ ചെന്ന് എന്താ വിശേഷമൊന്നും. ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്യുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കമ്മലി അല്ല ആന്റി അവിടെ മറ്റേ നിനക്ക് വേണ്ടി കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അയ്യോ, മെറ്റിയെടുത്തേക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കില്ലയോ? നമുക്ക് ചേച്ചി ഇല്ല, ഞങ്ങൾ പോവോ? പള്ളിച്ചട്ടം പോയാ നിന്റെ കൂടെ ഞാൻ പോവും. അയ്യോ, ഇന്നലെ പോകേണ്ടതാ. നീ വരാൻ വെയിറ്റ് ചെയ്തിട്ട് ഓ ഇറങ്ങി ചേച്ചി, ഇറങ്ങി. പടം ഇറങ്ങി, നല്ല പടമാ. ഉണ്ട്. അല്ല, അവര് തന്നെ ഇറക്കിയല്ലോ, ടീസറിലുണ്ടല്ലോ. അവരുടെ ടീസറിന് സക്സസ് ടീസറിനകത്തുണ്ട് പൃഥ്വിരാജ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സക്സസ് ആയോ ഒന്നില്ല. ഞങ്ങൾ റിവ്യൂ കണ്ടപ്പോൾ മിക്സ്ഡ് അഭിപ്രായം. ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടം. പറയുന്ന വെച്ച് കഴിഞ്ഞാൽ 1 ടൈം വാച്ചബിൾ ആ മൂവി എന്നാ പറഞ്ഞത്. ടോവിനൊക്കെ വെറുതെ വാരിയേക്കുക. പക്ഷെ ചിലർ അതിനകത്ത് നല്ലോണം അഭിനയിച്ചിരിക്കുന്നത് ടോവിനോ മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് നല്ല സിനിമയാണ്. എനിക്ക് മനസ്സിലായി. അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും പോയി കാണാം. അതെ, ഗോപിക്ക് ടോവിനോ ആ. അപ്പം ഞങ്ങൾ നാളെ പോകാമെന്ന് വെച്ച് നിൽക്കുമോ ഗൈസ്? നോക്കട്ടെ, കണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ ചെല്ലട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഗൈസ്. ഓ, എൻ്റെ സംഭവം ഞാൻ എൻ്റെ ലെക്സിമോളെ കാണിക്കാം. ലെക്സിയെ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസമായെന്ന് എനിക്കറിയാം. അയ്യോ ലെക്സിയെ, ആരൊക്കെ ഇത്? ലെക്സി നിങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസമായെന്ന് എനിക്കറിയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സി അല്ല, എനിക്ക് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഞങ്ങൾ പള്ളി VBSൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങൾ അവിടെ പള്ളിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ജോലിക്ക് കയറുമായിരുന്നു. അതായിരുന്നു ഒരാഴ്ചത്തെ എൻ്റെ ഷെഡ്യൂൾ ഇതായിരുന്നു. അപ്പോൾ എന്തായാലും VBS കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ രാവിലെ സമയങ്ങളിലൊക്കെ ഫ്രീ ആണ്. നമുക്ക് കോണ്ടൻറ്റൊക്കെ ഇനി റെഗുലർ ആക്കാം. പിന്നെ അല്ല, ഞാൻ നിങ്ങളുടെ അമ്മച്ചിയെ കാണിക്കാം. ഇതെന്നാണെന്നറിയാമോ? ഇത് ലെക്സി അകത്ത് കയറാതിരിക്കാൻ വേണ്ടി മമ്മി ചെയ്യുന്ന ഓരോരോ പരിപാടികളാണ്. മച്ചിയേ ഇതുണ്ട്.
അയ്യോ അപ്പേ കുഴപ്പമില്ല. കിവിയേ അമ്മയെ ഹായ് ഹയോ എന്തോ ഓ വല്ലാത്തൊരു ഹയോ എന്നൊക്കെ. അയ്യൻ്റെ അമ്മേ ഭയങ്കര ഇട്ടാന്നല്ലോ ഇവിടെ വെട്ടമിടമ്മീ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഗായ്സ് എൻ്റെ ചേച്ചി എട്ടത്തി വന്ന് ചേച്ചി. അയ്യോ ഇതെന്താ അമ്മീ കപ്പയും ഇറച്ചിയോ? ചക്കയും ബീഫും. മൈ ഗോഡ് ചേച്ചിയുടെ ഫേവറേറ്റ്. ഇന്ന് ചക്കയും ബീഫും ചേച്ചി ഇവിടുന്ന് കഴിക്കുന്നു. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കപ്പ ബിരിയാണി കഴിക്കുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇനിയിപ്പോൾ അടുത്ത കപ്പ ബിരിയാണി, വൈകിട്ട് കപ്പ ബിരിയാണി കേട്ടോ. ഡയറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം നടക്കുന്നില്ല, അതാണ് സത്യാവസ്ഥ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് വീട്ടിലുണ്ടാക്കുന്നത്. എന്തോ ചെയ്യാനാണ്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ലോണം ബീഫ് തട്ടുകയും ചെയ്തു. വൈകിട്ടാണെങ്കിൽ മോൻസാൻഡിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ മെറ്റിയെടുത്തിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിന്നാതെ വിടത്തില്ല, പിന്നെ ഇട്ടുകൊണ്ടിരിക്കും മോൻസാൻഡി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.